ഹായ്, ഞാൻ ഷാലുദ്ദീൻ. ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ പോരല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ദുബായിൽ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് പോവാണ്. അതായത് ദുബായ് GITEX നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ദുബായ്ക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഓഫീസിലും കാര്യങ്ങളിലൊന്നും പോകുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അവിടേക്ക് എത്തണം. അവിടെ 11 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മളവിടെ എത്തിയാലേ ഉള്ളിലേക്ക് കടക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തണം. അപ്പോൾ കാരണം നല്ല തിരക്കായിരിക്കും റോഡും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടാക്കാം. അപ്പോൾ GITEXന്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ഇതിനകത്തോട്ട് വന്ന് കയറി കേട്ടോ. അപ്പോൾ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വണ്ടിയൊക്കെ ഒരുപാട് ദൂരത്താണ് കൊണ്ട് പാർക്ക് ചെയ്ത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഇതിനകത്തോട്ട് വന്ന് കയറി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ ചെന്ന് കയറിയത് വേറൊരു ഓപ്പോസിറ്റുള്ളൊരു ഹാളിലാണ്. ആ ഹാളല്ലായിരുന്നു. അതിന് ശേഷം പിന്നെ അവിടെ ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കടന്നു. ഇതാണ് നമ്മളുടെ ഏരിയ വരുന്നത്. ഗവൺമെൻറ് ഓഫ് അജ്മാൻ്റെ കൗണ്ടറും മറ്റു കാര്യങ്ങളും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗസ്റ്റും ആൾക്കാരൊക്കെ വന്നിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഷെയ്ഖുമാരൊക്കെ വരുമ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഡൂവിൻ്റെ ഒരു കൗണ്ടറായിരുന്നു കേട്ടോ. അവിടെ കുറേ റോബോട്ടുകളും കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടുള്ള കുറേ കാണാനായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. അത് നമ്മളെ ഫ്യൂച്ചർ വരാൻ പോകുന്ന കാലത്തേക്കുള്ള സംഭവങ്ങളായിരിക്കും വിചാരിക്കുന്നു. കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പകരം ഇനിയിപ്പോൾ റോബോട്ടുകളായിരിക്കും സാധനങ്ങളൊക്കെ എടുത്തു തരാനും മറ്റു ഇതികൾക്കൊക്കെ നിൽക്കുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഞാനത് കുറച്ച് നേരം അത് അവിടെ അങ്ങ് നോക്കി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ തൊട്ട് തിരിച്ച് നമ്മളുടെ അടുത്ത് കൗണ്ടറിലേക്ക് തന്നെ വന്നു. ഇത് ഒരു ഇതിൻ്റെ പ്രിൻ്റ് ചെയ്യുന്നൊരു ഇതാണ് 3D പ്രിൻ്റർ. പോലീസിൻ്റെ ഇതിലുള്ളതാണ് കേട്ടോ, അജ്മാൻ്റെ തന്നെ. അതിനുശേഷം ഞാൻ ഡൂവിൻ്റെ അവിടെ മുകളിൽ പുതിയ രീതിയിലുള്ളൊരു സ്ക്രീൻ കണ്ടു. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. അത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ്. അതിങ്ങനെ ഒരേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് അതിൽ വീഡിയോയും മറ്റു കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ വരുന്നത് ദുബായ് പോലീസിൻ്റെ തന്നെ ഏറ്റവും വലിയൊരാളാണ് കേട്ടോ. ആളുടെ പേര് വരുന്നത് കൽഫാൻ തമീം എന്നാണ്. അപ്പോൾ ആളിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലുള്ള കൗണ്ടറിലൊക്കെ കയറി ഇങ്ങനെ എല്ലാവർക്കും സലാമൊക്കെ പറഞ്ഞ് നമ്മുടെ അവിടെയും വന്ന് എല്ലാവർക്കും ഒരു സലാം കൊടുത്ത് അതിനുശേഷം ആളതങ്ങ് പോയി. പിന്നെ അപ്പോഴേക്കും നമ്മളുടെ ഷെയ്ഖും വന്നു. ഇത് ഷെയ്ഖ് അബ്ദുൽ അസീസ്.
നമ്മളുടെ അവിടുത്തെ ടൂറിസം മിനിസ്റ്ററാണ്. അപ്പോൾ ആളും വന്ന് നമ്മളുടെ അവിടുത്തെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഇതെല്ലാം എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം ആളും പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി. ആൾക്കാർ ഒരു ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങാനോ അതിനുള്ളൊരു ഇതൊന്നുണ്ട്. ആൾക്കാർ തട്ടിയിട്ട് മര്യാദയ്ക്ക് വീഡിയോയും കാര്യങ്ങളും എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കിട്ടിയ 1-2 സ്ഥലങ്ങളിലൊക്കെ മേലെയൊക്കെ കയറി നിന്നിട്ട് കുറച്ച് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നീങ്ങി നിന്നപ്പോഴേക്കും നമ്മളുടെ അവിടെ നിന്ന് വർക്കിന് വേണ്ടിയിട്ട് വിളിച്ചു. ഒന്ന് അങ്ങോട്ട് പോവും, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു അടിപൊളി വണ്ടി ഞാൻ കണ്ടു കേട്ടോ. ഇത് അബുദാബി പോലീസിൻ്റെ ഒരു വണ്ടിയാണ്. അവർ പുതിയതായിട്ട് വരുന്ന ഒരു വണ്ടിയാണ് അവരുടെ. ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഭയങ്കര എന്താ പറയുക, ബുള്ളറ്റ് പ്രൂഫും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ഈ സംഭവം. ഞാൻ ഒരുപാട് നേരം അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവർ കുറേ ആൾക്കാർ എടുക്കണ കണ്ടപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തു. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, മേലെ ഗ്ലാസ് താഴേക്ക് വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രോണും കാര്യങ്ങളൊക്കെ പോകാവുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ടയറും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം തന്നെയുണ്ട് അതിൻ്റെ ടയറിൻ്റെ വലുപ്പം. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാനായിട്ട് കുറേ നേരം അവിടെ നോക്കി നിന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരും ചെയ്തു. പിന്നെ ഇത് നമ്മളുടെ ഈ ക്യാമറ റഡാർ സിസ്റ്റത്തിൻ്റെ ഒരു പുതിയൊരു ഇത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിനും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ എക്സ്ട്രാ ഓഡിയോ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അവിടെ നമുക്ക് ലൈവ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള പറ്റില്ലായിരുന്നു. അത്രയും തിരക്കും ആൾക്കാരും കാര്യങ്ങളും ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അത് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ വോയിസ് ചെയ്തതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ അവിടുന്ന് ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. നമുക്ക് ഒരുപാട് സമയം അവിടെ വീഡിയോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും നമുക്കവിടെ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എടുത്ത് പിന്നെ നമ്മൾ അപ്പോഴേക്കും നമ്മളെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അത് അവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളവിടുന്ന് സ്ഥലം കാലിയാക്കാന്നുള്ളതാണ്. കാരണം ദുബായിൽ പോയി കഴിഞ്ഞാൽ അത്ര അധികം തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അജ്മാനിലേക്ക് തിരിച്ചു വരണമെങ്കിൽ. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് നേരെ തിരിച്ച് അജ്മാനിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ദുബായ് GITEXൻ്റെ 2024 പരിപാടികൾ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പുറത്ത് കണ്ടമാനം സ്റ്റാളുകളും കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല പ്രൈവറ്റും കണ്ടമാനം ഇതുകളുണ്ട് അവിടെ. നമുക്ക് അതിനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.